വേഗാകട്ടെ പോകാം. പോപ്പട്ടെ. എടാ നിന്റെ യാർഡ് കറങ്ങാൻ പറ്റിയ സ്ഥലമൊന്നും അല്ല. നമുക്ക് മാളിലേക്ക് പോവാന്നേ. സംശയമുണ്ടോ? മാളിലെപ്പോഴും പോകുന്നല്ലേ, നമുക്കിന്നൊരു ചേഞ്ച് ആക്കിയാലോ? അവിടെ പല കാഴ്ചകളും കാണും. അതുകൊണ്ട് നമ്മുടെ ഇന്നത്തെ കറക്കം അവിടെയാക്കാം. അവിടെ കറങ്ങിയിട്ട് ഇപ്പൊ എന്തോ കിട്ടാനാ? എടാ നമ്മൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ബുദ്ധിക്കകത്ത് എല്ലാ നോളജും ഉണ്ടാകണം. എന്നാ പിന്നെ ഞാൻ വരേണ്ട ആവശ്യമില്ലല്ലോ. നിനക്കെന്താണ് പ്രശ്നം? എന്റെ തലക്കകത്തൊന്നും ഇല്ലാത്തോണ്ട് ഈ അറിവ് കൊണ്ട് അവിടെ വെച്ചിട്ട് എന്തോ ചെയ്യാനാ? അപ്പൊ പിന്നെ അത് വെറുതെ വേസ്റ്റ് ആയി പോവില്ലേ? അടിച്ചു പൊളിച്ചു തിമിർത്തു. അത് പറയാനുള്ള ബുദ്ധിയെങ്കിലും ഹണി കാണിച്ചല്ലോ. സംശയമുണ്ടോ? എന്റെ കൂട്ടുകാരെ, പുതിയ സ്ഥലം കാണാൻ പോകുന്നതിന് എന്താ എത്ര പ്രശ്നം? വേഗം വാ പോപ്പാട്ട്. ഓക്കെ, പക്ഷെ എനിക്കെങ്ങാനും ബോർ അടിച്ചാ പിന്നെ ഞാൻ അവിടെ നിൽക്കില്ല. അതൊക്കെ ശരിയായിക്കോളൂന്നേ. നമുക്കൊക്കെ എത്ര പ്രാവശ്യം ബോറടിക്കാറുള്ളതാ. പക്ഷെ അതൊക്കെ കുറച്ചേരം കഴിയുമ്പോ ശരിയാവാറുണ്ട് അല്ലേ? കളിയാക്കി കഴിഞ്ഞാൽ എന്റെ സ്വഭാവം മാറും. പറഞ്ഞേക്കാം. സമ്മതിച്ചു, വേഗം പോകാം. എന്ത് വൃത്തിയായിട്ട് നാറ്റാ ഇവിടെ. യാർഡിൽ ഒന്നുകൂടെ കറങ്ങിയാലോ? എടാ നീ രക്ഷപ്പെട്ടതല്ലേ, പിന്നെ എന്തിനെങ്ങനെ കിടന്ന് കാറുന്നേ? എന്റെ വാല്, എന്റെ വാല്. നമുക്ക് ആ കണ്ടെയ്നർ എടുത്ത് മാറ്റിയാലോ? ഈ കണ്ടെയ്നർ നമ്മുടെ മുഴുവൻ കുടുംബക്കാർ ചേർത്ത് പിടിച്ചാലും പൊങ്ങില്ല. വാല് വലിച്ച് പുറത്തെടുക്കേണ്ടി വരുമെന്നാ തോന്നുന്നത്. സംശയമുണ്ടോ? അതെ, ജോർദാറിനെ പിടിച്ച് വലിക്ക്. വലിച്ചു. എന്ത് പാടുപെട്ട ഞാൻ ആ വാല് വലിച്ച് പുറത്തെടുത്തത്. പിന്നെ എന്ത് അവനവന്റെ വാല് കൊണ്ട് കണ്ടെയ്നറിന്റെ അടിക്കൊണ്ട് വെച്ച്. എടാ കഴുതേ, വാല് വന്നതൊന്നുമല്ല, നീണ്ടതാണ്. കൂട്ടുകാരെ, ജോർദാറിന്റെ വാല് പിടിച്ച് വലിക്ക്. ഭയങ്കര പൊടിയാണ് ഇവിടെ. സംശയമുണ്ടോ? അതെ, പുറത്തേക്ക് പോകാം. കൊച്ചളിയാ, നമ്മളിത് എങ്ങോട്ടേക്ക് പോകുന്നേ? എടാ, ഈ പഴയ കണ്ടെയ്നേഴ്സ് എല്ലാം ക്രഷറിൽ ഇടുകയാണ്. നമ്മൾ എന്തായാലും ഇന്ന് ചമ്മന്തിയാകും. ചാടേണ്ടി വരും, ചാടിക്കോ. നീ ഹണിയുടെ അളിയനാണെന്നോ കാര്യം? ഇടയ്ക്കിടയ്ക്ക് ഉറപ്പിക്കാണ്. ഇത്രയും ഉയരത്തുനിന്ന് എങ്ങനെയാണ് ചാടാൻ പറ്റുക? ദേ നോക്ക്, ചാടി അതിൽ പിടിക്കാം, എന്നിട്ട് നേരെ താഴേക്ക് പോകാം. എന്നെ കൂടെ ചെയ്യാൻ കഴിയില്ല. താഴേക്കിറങ്ങ് ഹണി, ജംപ്. ഇത് ഒരുപാട് ദൂരം ഉണ്ടല്ലോ. എനിക്ക് ഇത്രയും ദൂരത്തേക്കെങ്കിലും ചാടാൻ പറ്റില്ല. സംശയമുണ്ടോ? എടാ കഴുതേ, നീ തത്തയാണ്, നിനക്കങ്ങോട്ട് പറഞ്ഞ പോരെ? ആ ടെൻഷൻ കാരണം ഞാൻ അതങ്ങ് മറന്നുപോയി. ഈ സ്ഥലം കണ്ടിട്ട് വല്ലാതെ പേടിയാകുന്നു. ഇതിനെന്തിനാ എത്ര പേടിക്കുന്നേ? ഇവിടെ ഒന്നും കാണാനില്ലല്ലോ. ഇത് ലഞ്ച് ടൈമാടാ, എല്ലാവരും ഭക്ഷണം കഴിക്കാൻ പോയിട്ടുണ്ടാവും.
എന്റെ അമ്മച്ചി എന്ത് പറ്റിയടേ? ഒരു വലിയ സോഫ പറന്ന് ഇത് അങ്ങോട്ട് പോയി. അയ്യോ എന്റെ അമ്മച്ചി. ആ, ഉം, ഉം. ഉം. ഈ കഴുത എന്തായി ചെയ്യുന്നേ? കൊച്ചളിയ 4 കാലുള്ളൊരു വാതിൽ ദാ ആ വഴി ഓടുന്നത് ഞാൻ കണ്ടു. എടാ മണ്ട, വാതിലിന് കാലുണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ ഇവിടെ എന്തോ ഭൂതമൊക്കെ ഉണ്ട്. ഭൂതവും പ്രേതമൊന്നും ഇല്ലടേ ഇവിടെ. ദാ കണ്ടില്ലേ 6 കാലുള്ളൊരു കട്ടില്. മുതലാളി, ഇവന്മാര് നമ്മൾ മോഷ്ടിക്കുന്നതൊക്കെ കണ്ടു എന്നാ തോന്നുന്നേ. എടാ മണ്ടന്മാരെ, ആർക്കും വേണ്ടാത്ത ഈ പഴഞ്ച സാധനങ്ങളൊക്കെ നിങ്ങൾ എന്തിനാ മോഷ്ടിക്കുന്നേ? കാരണം ഷിപ്പിലെ വാതിലുകളും സോഫയെല്ലാം നല്ല വിലയുള്ളതായിരിക്കും. മാത്രമല്ല മാർക്കറ്റിൽ ഇതിന് നല്ല വിലയും കാണും. സംശയമുണ്ടോ? മാത്രമല്ല കപ്പൽ ഡെക്കറേഷനുള്ള സാധനങ്ങൾക്കൊക്കെ നല്ല വിലയും ഉണ്ട്. അത് ആൾക്കാർക്ക് വീട്ടിൽ വെക്കാനും ഇഷ്ടമാണ്. അത് നല്ല വിലക്കാ വിൽക്കുന്നേ. ഇവിടുന്ന് കൊണ്ടുപോയ സാധനങ്ങൾ എല്ലാത്തിനെയും വിറ്റ് ഇവര് ഒരുപാട് കാശുണ്ടാക്കും. എടാ കഴുതകളെ, അന്തിച്ച് നിൽക്കുന്നത് എന്തുവാടാ? അവന്മാര് നമ്മുടെ രഹസ്യങ്ങളൊക്കെ അറിഞ്ഞത് കണ്ടില്ലേ? പോലീസ് എങ്ങാനും അറിഞ്ഞാൽ നമ്മളൊക്കെ അകത്താകും. ഇവന്മാരെയൊക്കെ പിടിച്ച് വേഗം കപ്പലിലോട്ട് കയറ്റേ, നമുക്ക് വിദേശത്തേക്ക് കൊണ്ടുപോയി വിൽക്കാം. ഓർമ്മ വേണം, ഒന്നും ഉടയാതെ തന്നെ സൂക്ഷിക്കണം കേട്ടോ. യവന്മാര് പട്ടിയിലെന്ന് പൂച്ചരെന്ന് അടി വാങ്ങി കൂട്ടുകയാണല്ലോ. ആ? ഏ? ഏ? ഇന്ന് ഈ ടേബിൾ ലാമ്പ് കൊണ്ട് അടിച്ചടിച്ച് നിന്റെയൊക്കെ ഫ്യൂസ് ഞാൻ കളയും. സംശയമുണ്ടോ? വേണ്ട, ടേബിൾ ലാമ്പ് കൊണ്ട് അടിക്കല്ലേ, അതിന് മാർക്കറ്റ് നല്ല വിലയുള്ളതാ. ഏ? ഇനി ഞാൻ എന്തായാലും ആർക്കിടെക്റ്റ് ആവും. എന്നിട്ട് നാട്ടിലുള്ളവർക്കെല്ലാം വീട് ഡിസൈൻ ചെയ്ത് കൊടുക്കും ഞാൻ. അപ്പൊ നീ ആർക്കിടെക്ട് ആയോ? നിനക്ക് ബിൽഡിങ്സ് ഒക്കെ ഉണ്ടാക്കാനുള്ള എക്സ്പീരിയൻസ് ആയോ? ഉം. ഹേ. 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 യാ. ഏ? ഉം. ഏ. ദാ കണ്ടില്ലേ എന്റെ എക്സ്പീരിയൻസ്? കൂട്ടുകാരെ, ഈ ഹണിക്ക് ഇടയ്ക്കിടയ്ക്ക് എന്താ പറ്റുന്നേന്ന് അറിയില്ല. ഈ ഹണി കാരണം പലപ്പോഴും നമ്മൾ തന്നെയാണ് പെട്ടുപോകുന്നത് കൂട്ടുകാരെ. വാ, സാർ അവിടെ എന്താ ചെയ്യുന്നെന്ന് നമുക്ക് പോയി നോക്കിട്ട് വരാം. ഹേ. ഹേ. ഹ. ആ. ഏ. ഉം. ആ. ആ. ഏ. ഹേ. 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 ആ. ആ. ഉം. ആ. ഉം. ഏയ്, ഇവ മിക്കവാറും നമുക്ക് പണിയുണ്ടാക്കി വെക്കും. ആ. ഏ. ആ. ഹേ. ആ. എടാ, എന്റെ വീട് മുഴുവൻ നശിപ്പിച്ച് നീ ഗേറ്റ് ആക്കിയല്ലേ? ഞാൻ ഗേറ്റ് തുറന്ന് അകത്തേക്ക് പോയാലും പുറത്ത് നിൽക്കുന്നതിന് തുല്യമാടാ. വരൂ, നമുക്ക് പോയി ഹണിയെ തടയാം. ഇല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും. ആ. ഞാൻ ഏതായാലും ഇപ്പൊ തന്നെ വീടിന്റെ ഡിസൈൻ ഉണ്ടാക്കാം. വരപ്പെന്തായി? ഇല്ല, ഇത് ഭക്ഷണത്തിന്റെ ലിസ്റ്റാണ്. പോയി വാങ്ങിച്ചോണ്ട് വാ. ഞാൻ എന്താണ് പറയുന്നത് അതുപോലെ തന്നെ ചെയ്യണം. പോപ്പട്ടെ, നീ ക്രെയിൻ ഓടിക്കേ. ആ. ഉം, ഉം. ഉം? ആ, ഹെ, ഉം, 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 ഉം. ആ, ഹെ, ഉം, ഉം. ആ, അയ്യോ. അയ്യോ. ഉം, 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 ഉം. ആ, ആ, ആ. അയ്യോ. ആ. ഉം. ഓ
പണി നീ വേഗം സോഫ പെയിന്റ് അടിച്ചിട്ട് അതിൽ സ്റ്റിച്ച് അടിക്കേ. പോപ്പട്ടെ, വേഗം ബെഡുണ്ടാക്കേ. പിന്നെ സോർദാറെ, നിന്നെ വലിയൊരു ഉത്തരവാദിത്തമുള്ള കാര്യമാണ് ഞാൻ ഏൽപ്പിക്കാൻ പോകുന്നത്. എനിക്ക് വേണ്ടി നല്ലൊരു ജ്യൂസ് കൊണ്ടുപോവാ. ആ കാണ്ടാമൃഗം വരുമ്പോ തന്നെ ജോലി പെട്ടെന്ന് തീർക്കണം ഹണി. എന്നെ ഇങ്ങനെ വെറുതെ ഡിസ്റ്റർബ് ചെയ്യല്ലേ സോർദാറെ. എന്തോന്ന് വീടാടെ ഉണ്ടാക്കിയത് വലിയ എളിയാ? എനിക്ക് ഒന്നും തന്നെ മനസ്സിലാകുന്നില്ല. നോക്ക്, കുറഞ്ഞത് ഫസ്റ്റ് ഫ്ലോറിലെ ഡ്രോയിങ് റൂമിൽ തന്നെ ബാൽക്കണി ഉണ്ടാവണമല്ലോ. അയ്യോ, എന്റെ അമ്മോ! ഈ വീട്ടിൽ അബദ്ധത്തിലെങ്കിലും ഏതെങ്കിലും കള്ളന്മാര് വന്നാലേ ഈ വീടിനെ കുറിച്ച് ആലോചിച്ച് ദുഃഖിച്ച് കുറച്ച് പൈസ ഇവിടെ വെച്ചിട്ട് പോകും. ഇനി ആ കാണ്ടാമൃഗം വരുമ്പോ എന്ത് പറയുമെന്ന് ദൈവത്തിനറിയാം. അത് കുഴപ്പമില്ല, പറയാം. ഭൂകമ്പം വന്നതുകൊണ്ടാണ് ഈ വീട് ഇങ്ങനെയായിട്ട് മാറിയെന്ന് പറയാം. ഭൂകമ്പത്തിൽ ഈ വീടിന് മാത്രം കേടുപാട് പറ്റുള്ളൂ. ഇനി ഒരു വഴിയേ ഉള്ളൂ. കൊച്ചലി, അതെന്ത് വഴിയാ? ആ വഴിയിലും ബിൽഡിംഗ് ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടോ? അല്ലട കഴുതേ, ആ കാണ്ടാമൃഗം വരുന്നതിന് മുമ്പ് നിന്റെ ഡിസൈൻ മാറ്റി പുതിയൊരു വീട് നമുക്ക് ഉണ്ടാക്കി എടുക്കണം. വേണ്ട, എനിക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പുറത്തേക്ക് പോകണം. ഞാൻ ഈ വീട്ടിൽ എന്താണ് ചെയ്യുന്നത്? എനിക്കൊന്നും തന്നെ ഓർമ്മ വരുന്നില്ല. ഓക്കേ, സ്റ്റെപ്പ് 1 നമുക്ക് തുടങ്ങാം. ഇനി അല്പം കൂടെ ചേഞ്ച് ചെയ്യാനുള്ളൂ. കാണ്ടാമൃഗം വരുന്നതിന് മുമ്പായിട്ട് തന്നെ നമുക്ക് അതൊക്കെ മാറ്റിയേക്കാം. കാണ്ടാമൃഗം ദേഷ്യത്തിലാണ്. ഞാനൊരു സെൽഫി എടുത്തോട്ടെ. ഇടി കഴിഞ്ഞിട്ട് ബിഫോർ ആൻഡ് ആഫ്റ്റർ ഫോട്ടോ വീട്ടിൽ വെക്കാനുള്ളതാ. അയ്യോ, എന്താ ഇത്? ഹണിയോട് ദേഷ്യമാണെന്നാ ഞങ്ങൾ വിചാരിച്ചേ. ഹണിയോട് എനിക്ക് ദേഷ്യോ? നിങ്ങളെന്താ തമാശ പറയാണോ? ഞാൻ ദേഷ്യം കാണിച്ചത് എന്റെ DJ പാർട്ടിയിൽ ആരും ഉണ്ടായിരുന്നില്ല. എല്ലാ ടിക്കറ്റുകളും എനിക്ക് തന്നെ വാങ്ങേണ്ടി വന്നു. പക്ഷെ ഈ മനോഹരമായ വീട് കണ്ടപ്പോ എന്റെ എല്ലാ ദേഷ്യവും അലിഞ്ഞു പോയി. ഇതുപോലൊരു സ്വപ്ന ഭവനം തന്നെയായിരുന്നു എനിക്ക് വേണ്ടിയിരുന്നത്. ഇയാളുടെ ഡ്രീം ഹൗസ് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇയാളുടെ ഡ്രീം ഡെസ്റ്റിനേഷൻ ഊളംപാറയിലെ പാറയ്ക്കടുത്തായിരിക്കും. സംശയമുണ്ടോ? ടെൻഷൻ അടിക്കണ്ട, ഇത് ചട്നിയാണ്. സംശയമുണ്ടോ? പക്ഷെ ഇവിടെ ഒരു ഉഴുന്നോടെ പോലും കാണുന്നില്ലല്ലോ. ആരോ ഉഴുന്നവട കഴിച്ചിട്ട് ബാക്കി ചട്നി ഇവിടെ ഇട്ടിട്ട് പോയതാന്ന് തോന്നുന്നു. ഇവിടത്തെ പ്രശ്നം ഇത് ചട്നിയാണോ അല്ലയോ എന്നല്ല, ഇതിവിടെ ആരെ വലിച്ചെറിഞ്ഞിട്ട് പോയെന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. ആ, ഇവിടെ ഒരുപാട് ഡസ്റ്റ്ബിൻസ് ഉണ്ട്. വേസ്റ്റ് കൊണ്ട് ഇങ്ങനെ വഴിയിലിടുന്നത് തെറ്റായ ഒരു കാര്യമാണ്. സംശയമുണ്ടോ? ഇത് വലിച്ചെറിഞ്ഞവൻ ആരാണ്? അവനെ കൊണ്ട് തന്നെ ഞാൻ എന്റെ കാല് കഴിക്കും.
അയല വറുത്തതുണ്ട്, കറുമീൻ പൊരിച്ചതുണ്ട്, കടമ്പള്ളിയിട്ട് വെച്ച നല്ല ചെമ്മീൻ കണ്ണാ സാറേ, സാറെന്തിനാ ചട്നി വഴിയിൽ കൊണ്ടൊഴിച്ചത്? ടെറസിൽ തേങ്ങ വീണപ്പോ കേട്ടു തടുപുടും. അതിപ്പോ ഞാൻ ഉണ്ടാക്കുന്നതല്ലേ ഉള്ളൂ, പിന്നെ എങ്ങനെ അത് വഴിയിലിടും? അടി കൈ. അത് ശരി, അപ്പൊ ചട്നി ഉണ്ടാക്കുന്നതേ ഉള്ളൂ. ഇനിയാണ് ഇപ്പൊ വഴിയിൽ കളയാൻ പോകുന്നതല്ലേ? എന്റെ കുട്ടികളെ, ഉണ്ടാക്കിയത് മുഴുവൻ വഴി കളഞ്ഞ ഞാൻ എന്താ പാത്രം എടുത്ത് തിന്നോ? ഈ പാത്രം തിന്നാനാണെങ്കിൽ പിന്നെ എന്തിനാ കന്നാസാറ് ചട്നി ഉണ്ടാക്കുന്നത്? നാളെ രാവിലെ ഞാൻ ഗുരുവായൂർ പോവുകയാണ്. ഈ ഹണിയാണെങ്കിൽ എന്നെ വട്ടി പിടിപ്പിക്കുകയാണ്. ഖന്നാ സാറേ, വഴിയില്ല ചട്നി ഖന്നാ സാറല്ലേ കൊണ്ടിട്ടത്? എന്റെ പോപ്പട്ടെ, അത് ഞാനല്ല. ചട്ടിനിലൂടെ നടന്നു പോയത് കൊണ്ട് ഖന്നാ സാറിന്റെ ചെരുപ്പടയാളം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. കണ്ണാ സാറേ, ആ ചെരുപ്പിന്റെ അടയാളം എവിടെയാ വന്ന് നിന്നെന്നറിയോ? ദാ ഇവിടെ, സാറിന്റെ വീടിന്റെ മുറ്റം വരെ. മാത്രമല്ല, ആ ചെരുപ്പിന്റെ പാടുകൾ ഫോളോ ചെയ്താണ് ഞങ്ങൾ കന്നാസാറിന്റെ വീട് വരെ എത്തിയത്, അറിയോ? സാരെന്താ ആലോചിക്കുന്നേ? കൊറോണ ഇന്ത്യ വിട്ട് പെട്ടെന്നൊന്നും പോവില്ല. ഞാൻ രാവിലെ തൊട്ട് ഇതുവരെ വീട്ടിൽ നിന്ന് പുറത്തൊന്നും ഇറങ്ങിയിട്ടില്ല. അടി കൈ. ഓ, എങ്കിൽ ആ ചെരുപ്പിന്റെ അടയാളം സാറിന്റെ വീട്ടുമുറ്റത്ത് എങ്ങനെയാ വന്നേ? ചെരുപ്പ് തന്നെത്താൻ എങ്ങനെ പുറത്തോട്ട് ഇറങ്ങി പോകുന്നേ? ഇന്ന് ശനിയാണെങ്കിൽ നാളെ ഞായറായിരിക്കും. ഡോക്ടർ ബാലു വന്നിരുന്നു, ചിലപ്പോ അദ്ദേഹത്തിന്റെ ആയിരിക്കും. അടി